ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് വെണ്ടയ്ക്കക്കറി. അതിന് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉള്ളിയും തക്കാളിയും മുളകും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കളറ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് വെണ്ടയ്ക്കായും കൂടെ ചേർക്കാം. ഈ വെണ്ടയ്ക്കായും തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി ഇതിൻ്റെ കളറ് ഒരു ബ്രൗൺ ഷെയ്ഡിലാവുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. അതിനായി ഞാൻ ആദ്യം അല്പം വെജിറ്റബിൾ മസാലയും വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനായിട്ടുള്ള ഗരം മസാല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇടാം. അത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ തരും. ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. ഇത് എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിച്ചു തന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.